ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന പോമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശാന്തമല്ലാത്ത അല്ലെങ്കിൽ പ്രശ്നമുള്ള വെള്ളത്തിന് മുകളിലൂടെയുള്ള പാലം. ഇവിടെ ട്രബിൾഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫിലെ പ്രോബ്ലംസ് ആണ്. ഇതിന് മുകളിൽ വരുന്ന ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമാണ്. നമുക്കവിടെ പിക്ചർ കാണാം. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് 2 കുട്ടികൾ താഴെ വെള്ളത്തിൽ വീണെടുക്കുന്ന ഒരു കുട്ടിക്ക് ഒരു റോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ, ഒരു കയറിട്ട് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിൽ നിന്ന് അവന് കരകയറി വരാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് വായിക്കാം. ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് ഫ്രണ്ട്ലി ആയിരിക്കുന്നത്? ഹൗ ഡു യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രെസ്? നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്? എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് ആവശ്യമായി വന്നത്? ലെറ്റ്സ് സിംഗ് എ സോങ്. നമുക്കൊരു പാട്ട് പാടാം. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഇത് എഴുതിയിരിക്കുന്നത് സൈമൺ ആൻഡ് ഗാർഫുങ്കൽ എന്ന് പറഞ്ഞാൽ 2 പേര് ചേർന്നിട്ടാണ്. നമുക്ക് പോകാൻ വായിക്കാം. വെൻ യു ആർ വിയറി, നിങ്ങൾ എപ്പോഴാണോ ക്ഷീണിച്ചിരിക്കുന്നത്. ഫീലിംഗ് സ്മോൾ, എപ്പോഴാണോ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നത്, നിങ്ങൾ തന്നെ ചെറുതായതായി നിങ്ങൾക്ക് തോന്നുന്നത്. വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, എപ്പോഴാണോ നിങ്ങളുടെ കണ്ണുനീർ നിറയുന്നത്. ഐ വിൽ ഡ്രൈ ദം ഓൾ, ഞാനതെല്ലാം ഉണക്കിക്കളയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടിയേഴ്സ് എല്ലാം ഞാൻ തുടച്ചു കളയും. ഐ ആം ഓൺ യുവർ സൈഡ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അരികത്ത് തന്നെ ഉണ്ടാവും. ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ്, എപ്പോഴാണോ സമയം വളരെ റഫായി മാറുന്നത്, മോശമായി മാറുന്നത്. ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് ക്യാൻ ബി ഫൗണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളെയൊന്നും കാണാതാവുന്നത് എപ്പോഴാണോ അപ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, ശാന്തമല്ലാത്ത വെള്ളത്തിന് മുകളിലുള്ള ഒരു പാലം പോലെ. ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ തന്നെ എന്നെ അവിടെ കിടത്തും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, ആ ലൈൻ തന്നെ ആവർത്തിച്ച് വരികയാണ്. ഐ വിൽ ലേ മേ ഡൗൺ, എന്നെ ഞാൻ അവിടെ കിടത്തും, നിനക്ക് പാലം പോലെയായിട്ട് എന്നെ ഞാൻ അവിടെ കിടത്തുന്നതാണ് പറഞ്ഞത്. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, നീ എപ്പോഴാണോ ഡൗൺ ആവുന്നത് അല്ലെങ്കിൽ പുറത്താവുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് നിരാശ തോന്നുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, നിങ്ങൾ എപ്പോഴാണോ തെരുവിലായിരിക്കുന്നത്. വെൻ ഈവനിങ് ഫാൾസ് സോ ഹാർഡ്, വൈകുന്നേരങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് തോന്നുന്നത് എപ്പോഴാണോ. ഐ വിൽ കംഫർട്ട് യു, ആ സമയത്ത് ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും. ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, ഞാൻ നിങ്ങളുടെ പാർട്ട് ഏറ്റെടുക്കും, നിങ്ങളുടെ ഭാഗം ഏറ്റെടുക്കും. ഓ വെൻ ഡാർക്ക്നെസ് കംസ്, ഇരുട്ട് വന്ന് ചേരുന്ന സമയത്ത്. ആൻഡ് പെയിൻ ഈസ് ഓൾ എറൗണ്ട്, ചുറ്റും വേദനകളായിരിക്കുന്ന സമയത്തും, നിങ്ങളുടെ ചുറ്റും വേദനകളായിരിക്കുന്ന സമയത്തും ഇരുട്ട് വരുന്ന സമയത്തും ഞാൻ നിങ്ങളുടെ അരികത്ത് തന്നെ ഉണ്ടാവും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഐ വിൽ ലേ മീ ഡൗൺ, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഐ വിൽ ലേ മീ ഡൗൺ, ആ ലൈൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. നെക്സ്റ്റ് ലൈൻ നോക്കാം. സെയിൽ ഓൺ സിൽവർ ഗേൾ, സെയിൽ ഓൺ ബൈ, യുവർ ടൈം ഹാസ് കം ടു ഷൈൻ. സെയിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെയുള്ള യാത്ര, കപ്പൽ യാത്ര ചെയ്യുന്നതിനൊക്കെയാണ് സെയിൽ എന്ന് പറയുന്നത്. സെയിൽ ഓൺ സിൽവർ ഗേൾ, സിൽവർ ഗേൾ നീ സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കൂ. സെയിൽ ഓൺ ബൈ, വീണ്ടും വീണ്ടും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും വെള്ളത്തിലൂടെ. യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, നിനക്ക് ഷൈൻ ചെയ്യാനുള്ള സമയം വന്നു കഴിഞ്ഞു. ഇവിടെ സിൽവർ ഗേൾ എന്ന് ഉദ്ദേശിച്ചത് പോയറ്റിൻ്റെ സൈമൺ എന്ന പോയറ്റിൻ്റെ വൈഫിനെയാണ്. അവർക്ക് സിൽവർ കളറുള്ള ഹെയർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളുടെ വഴിയിലാണ്, യാത്രയിലാണ്. സീ ഹൗ ദേ ഷൈൻ, നിങ്ങൾ നോക്കൂ അത്ര നന്നായിട്ടാണ് അത് തിളങ്ങുന്നത്, നിങ്ങളുടെ ഡ്രീംസ് എല്ലാം നന്നായിട്ട് ഷൈൻ ചെയ്യുന്നത്. ഓ ഇഫ് യു നീഡ് എ ഫ്രണ്ട് ഐ ആം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്, നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ സെയിൽ ചെയ്യാം, നിങ്ങളുടെ തൊട്ടടുത്തായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ സെയിൽ ചെയ്യാം എന്നാണ് പറയുന്നത്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്, പ്രശ്നമുള്ള വെള്ളത്തിന് മുകളിലുള്ള ബ്രിഡ്ജ് പോലെ ഞാൻ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകാം. ഈസ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആശ്വസിപ്പിക്കാം. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്, ആ ലൈൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ഫ്രണ്ട്, നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംസ് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ യാത്ര ചെയ്യണം. അപ്പോൾ അതും അവർക്ക് നല്ലൊരു ഹെൽപ്പായി മാറും. നല്ലൊരു പോയമായിരുന്നു. കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.